എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല നാടൻ രുചിയിലുള്ള കോവയ്ക്ക പീര തയ്യാറാക്കാം. അപ്പോൾ കോവയ്ക്ക പീര എന്ന് പറയുമ്പോൾ അതായത് മീൻ പീരയൊക്കെ നമ്മൾ തയ്യാറാക്കില്ലേ, ആ ഒരു സ്റ്റൈലിലാണ് കോവയ്ക്ക പീര തയ്യാറാക്കുന്നത്. അതായത് കുടംപുളിയൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കുന്ന ഒരു വെജിറ്റേറിയൻ റെസിപ്പി. അപ്പോൾ മീനൊക്കെ കിട്ടാത്ത സമയത്ത് അല്ലെങ്കിൽ ഒക്കെ തയ്യാറാക്കാവുന്ന ഒരു അടിപൊളി ഡിഷാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മീൻ പീരയുടെ അതേ രുചിയിൽ കോവയ്ക്ക പീര തയ്യാറാക്കണമെന്ന് നോക്കാം. കോവയ്ക്ക പീര തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ കോവയ്ക്ക എടുത്തിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കോവയ്ക്ക എടുക്കുമ്പോൾ അതായത് അധികം മൂക്കാത്ത കോവയ്ക്ക, ടെൻഡറായിട്ടുള്ള കോവയ്ക്ക എടുക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ നല്ല ടേസ്റ്റി ആയിട്ട് വരും. ഇതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഓരോന്നും. അപ്പോൾ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടി വേണമെങ്കിൽ കട്ട് ചെയ്യാം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്താൽ ഒന്നും കൂടി നന്നായിട്ട് വരും. ഈ ഒരു റെസിപ്പിക്ക് വട്ടത്തിൽ കട്ട് ചെയ്യണേക്കാളും ഇതുപോലെ കട്ട് ചെയ്യണതായിരിക്കും കൂടുതൽ നന്നായിട്ട് വരും. അതായത് ഒരു കോവയ്ക്ക് ഒരു 8 പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ ഒന്നുകൂടി നന്നായിട്ട് വരും. നമ്മൾ എടുക്കണ കോവയ്ക്കയുടെ ഒരു വണ്ണത്തിനൊക്കെ അനുസരിച്ച് കേട്ടോ. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. 4 കഷ്ണമായിട്ടോ അല്ലെങ്കിൽ 8 കഷ്ണമായിട്ടോ ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു കോവയ്ക്ക് ഇതുപോലെ 8 പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. കോവയ്ക്ക് ഞാനിവിടെ മുഴുവനായിട്ട് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് മാറ്റി വയ്ക്കാം. ഞാനിതൊരു മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നത്. അതായത് ഈ കൊഴുവ പീരയൊക്കെ തയ്യാറാക്കില്ലേ, ആ സെയിം രീതിയിൽ തന്നെയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് മൺചട്ടിയിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 10-12 ചെറിയുള്ളി നമുക്ക് ഈ ഒരു 1/2 കിലോ കോവയ്ക്ക് ഉപയോഗിക്കാം. പിന്നെ ഒരു 4 തണ്ട് കറിവേപ്പില, ഒരു 4 പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച്, ഇതിപ്പോൾ അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്. പിന്നെ ഇതുപോലെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ ഇഞ്ചി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് ചതഞ്ഞ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ഈ ഒരു ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഞാൻ ഒരു തണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കിയോടെ മാറ്റി വയ്ക്കാം. അതുപോലെ എടുത്ത് വെച്ച ഒരു പച്ചമുളക് ഉണ്ടല്ലോ, അതൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് അളവിൽ നാളികേരം ചിരികിയതാണ് എടുത്തിരിക്കുന്നത്. ഇതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് മുളക് പൊടി. മെയിനായിട്ട് ഈ ഒരു കറിക്ക് എരിവ് എന്ന് പറയുന്നത് പച്ചമുളകിൻ്റെ എരിവ് തന്നെയാണ്. പക്ഷെ ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്, 1 ടീസ്പൂൺ അളവിൽ. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം. അരച്ചെടുക്കണ്ട, പേസ്റ്റ് പോലെ ആവണ്ട, ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. ഇതുപോലെ ഞാൻ ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഒരുപാട് അരഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ, ജസ്റ്റ്. പക്ഷെ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി അതെല്ലാം ഒന്ന് ചതഞ്ഞ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഈ കോവയ്ക്കയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരുപാട് നാളികേരമായാലും നന്നായിട്ട് വരില്ല, പക്ഷെ ആവശ്യത്തിന് നാളികേരം വേണം. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ തണുപ്പായ കാരണമാണ് കേട്ടോ ഇതുപോലെ കട്ടിയായിട്ട് ഇരിക്കുന്നത് വെളിച്ചെണ്ണ. ഇനി ഇതെല്ലാം കൂടി നമുക്ക് കൈ വെച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മതി, ഇതുപോലെ ഒന്ന് നന്നായിട്ട് യോജിച്ച് വന്നാൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ ഇതുപോലെ 2 കഷ്ണം കുടംപുളിയാണ് എടുക്കുന്നത്. അതായത് കുടംപുളി നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളത്തിൽ കുറച്ച് സമയം ഇതുപോലെ ഒന്ന് കുതിർത്തിയെടുക്കുക. ഇതുപോലെ 2 കഷ്ണമാണ് എടുക്കണത് കേട്ടോ. അപ്പോൾ പുളിക്കനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് വെള്ളത്തോടു കൂടി ഈ ഒരു കോവയ്ക്കയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഞാൻ വേറെ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണില്ല കേട്ടോ. ഈ ഒരു വെള്ളം തന്നെ മതി ഇത് കുക്കായിട്ട് വരാൻ വേണ്ടിയിട്ട്. ബാക്കി ആവിയിൽ ഇത് നന്നായിട്ട് കുക്കായിട്ട് വന്നോളൂ. ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നതിന് ശേഷം നമുക്കിതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഒരു 10 മിനിറ്റ് ഒക്കെ മതിയോ ഇത് നന്നായിട്ട് കുക്കായിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും എല്ലാം ഇതിൽ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ടോ. അപ്പോൾ തീരെ ഡ്രൈ ആയിട്ട് തോന്നണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് തെളിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം നല്ല ടെൻഡറായിട്ടുള്ള കോവയ്ക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല, പെട്ടെന്ന് തന്നെ വെന്ത് വന്നോളൂ. പക്ഷെ കുറച്ച് മൂത്ത കോവയ്ക്കൊക്കെ ആണെങ്കിലാണ് കുറച്ച് സമയം എടുക്കുന്നത് കുക്കായിട്ട് വരാൻ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കിയാലോ.
ഇപ്പോൾ കോവയ്ക്ക് ഒരുവിധം കുക്കായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് കോവയ്ക്ക് വെന്ത് വരണം, പക്ഷെ കുഴഞ്ഞൊന്നും പോരുത് കേട്ടോ. അപ്പോൾ ഇതിലെന്തെങ്കിലും വെള്ളത്തിൻ്റെ കണ്ടന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തുറന്ന് വെച്ച് കുക്ക് ചെയ്ത് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇതിപ്പോൾ ആവശ്യത്തിന് തന്നെ വെന്തിട്ടുണ്ട്, ഇത് മതി. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഉപ്പ് എരിവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണോന്ന്. ഇതിലേക്ക് ഞാനൊരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കണം. പിന്നെ ഞാനൊരു 2 പച്ചമുളക് മുറിച്ചിട്ട് കൊടുക്കണം അതിലേക്ക്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എരിവ് കുറവാണെന്ന് തോന്നണമെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് പച്ചമുളക് മുറിച്ചിട്ട് കൊടുക്കാം. ഇതിലിപ്പോൾ ആവശ്യത്തിന് എരിവുണ്ട്, എന്നാൽ ഞാനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അവസാനം പച്ചമുളക് ചേർക്കണമെന്നുള്ളൂ. അതുപോലെ ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീൻപീര പോലെയുള്ള കോവയ്ക്കപ്പീര റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വെജിറ്റേറിയൻസിനൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷായിരിക്കും. നമ്മൾ കോവയ്ക്ക തോരൻ ഉണ്ടാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തം എന്ന് പറയുന്നത് നമ്മളിതിലേക്ക് കുടംപുളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആവശ്യത്തിന് നാളികേരവും കാര്യങ്ങളെല്ലാം ഇതിലുണ്ട്. അപ്പോൾ നമ്മുടെ കോവയ്ക്കാപ്പീര അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നാടൻ രുചിയിലുള്ള കോവയ്ക്കാപ്പീര നിങ്ങൾ തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു, ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നണമെങ്കിൽ തീർച്ചയായിട്ടും നിംഷാസ് കിച്ചൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.